Hello everyone, welcome to the world of happiness. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് എടുക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, +1 ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. അതിൽ ചാപ്റ്റർ 1 സെറ്റ്സ്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ എന്താണ് ഈ വെൽ ഡിഫൈൻഡ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ കാര്യം. അതായത് ഇപ്പോൾ ഒരു നമ്പർ, ഇപ്പോൾ 1 to 10 വരെയുള്ള നമ്പർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ മാത്രമാണ് സെറ്റ്. അതല്ലാതെ ഒരു കളക്ഷൻ നമ്മൾ സെറ്റായിട്ട് പരിഗണിക്കില്ല. ഒരിക്കലും വെൽ ഡിഫൈൻഡ് അല്ലാത്തതൊന്നും ഒരു സെറ്റല്ല. ഏതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷനുമാണ് സെറ്റ്. ഇപ്പോൾ പറയാണ് 10 മോസ്റ്റ് ഫേമസ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെറ്റല്ല, ഇറ്റ്സ് എ കളക്ഷൻ. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് സെറ്റ്സ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി എക്സസൈസസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസസ് ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എല്ലാം എടുത്ത് റെഡി ആയിട്ടിരിക്കുക. കുറച്ച് ആക്ടിവിറ്റീസ് ഞാൻ ടെക്സ്റ്റിൽ തന്നെയാണ് കാണിക്കുന്നത്, ബാക്കിയുള്ളത് നോട്ട്ബുക്കിലാണ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സസൈസ് 1.1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ ഏതൊക്കെയാണ് സെറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ദ കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ജെ എന്ന ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ജെ എന്ന ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? ഒരു വർഷത്തിൽ 12 മാസമാണുള്ളത്. അതിൽ ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങളാണ് ജനുവരി, ജൂൺ ആൻഡ് ജൂലൈ. ശ്രദ്ധിക്കുക, ജനുവരി, ജൂൺ ആൻഡ് ജൂലൈ ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങളാണ്. അപ്പോൾ നമുക്ക് കൃത്യമായൊരു നമ്പർ കിട്ടി 3. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സെറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാനുള്ളത് ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മോസ്റ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള 10 റൈറ്റേഴ്സ്. അതിൽ ആ മോസ്റ്റ് ടാലൻറ്റഡ് എന്നുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. എങ്ങനെയുള്ള റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല. മോസ്റ്റ് ടാലൻറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടാലൻറ്റ് പല രീതിയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ വെൽ ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻ ഓഫ് ദ വേൾഡ്. ലോകത്തിലെ തന്നെ 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാരെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ടീമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുള്ള ബെസ്റ്റ്, ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത ആളാണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇറ്റ്സ് നോട്ട് വെൽ ഡിഫൈൻഡ്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ സെറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. നെക്സ്റ്റ് വൺ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്തൂടെ? എത്ര ബോയ്സിൻ്റെ ക്ലാസ്സിലെങ്കിൽ അതൊരു കൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു നമ്പറാണ്. ഇറ്റ് ഈസ് എ സെറ്റ്. അതൊരു സെറ്റായിരിക്കും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ.
ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100ൻ്റെ താഴെ വരുന്ന എല്ലാ നാച്ചുറൽ നമ്പറിൻ്റെയും സെറ്റ് കളക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് എ സെറ്റ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ സെറ്റ്. 6th ക്വസ്റ്റ്യൻ. എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എത്ര നോവൽസ് എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. ആ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ സെറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, കൗണ്ട് ചെയ്യാൻ പറ്റിയതാണ് സെറ്റ്, കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് സെറ്റ് അല്ല. 7th ക്വസ്റ്റ്യൻ. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റീജേഴ്സ്. ഈവൻ ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷൻ. ഈവൻ ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷൻ ഇറ്റ് ഈസ് എ സെറ്റ്. അതൊരു സെറ്റാണ്. കാരണം ഈവൻ ഇൻറ്റീജേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2, 4, 6, 8 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു സെറ്റ് നമുക്ക് എഴുതാം. എയ്ത്ത് ക്വസ്റ്റ്യൻ. ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ. അപ്പോൾ ഇതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്തുകൂടെ. ഓരോ എക്സസൈസിലും എത്ര ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെന്നും ഒരു എക്സാമ്പിൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതൊരു സെറ്റാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സെറ്റ്. 9th ക്വസ്റ്റ്യൻ. എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിലെ മോസ്റ്റ് ഡേഞ്ചറസ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. എങ്ങനെ മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സെറ്റല്ല, നോട്ട് എ സെറ്റ്. ഇനി പറയാനുള്ളത്, സെറ്റ് 2 രീതിയിലാണ് എഴുതുക. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ അതിലെ എലമെൻറ്റ്സ് മാത്രം എഴുതുന്നതാണ്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെൻറ്റ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഡിഫൈൻ ചെയ്ത് എഴുതുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4, 5, 6. എ എന്ന സെറ്റിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണെന്നുള്ളത്? 1, 2, 3, 4, 5, 6. ഇത് റോസ്റ്റർ ഫോമിലുള്ള ഒരു സെറ്റാണ്. ഇൻസെർട്ട് ദ അപ്രോപ്രിയേറ്റ് സിംബൽ ബിലോങ്സ് ടു ഓർ നോട്ട് ബിലോങ്സ് ടു ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. അവിടെ സിംബൽസ് കാണിച്ചിട്ടുണ്ട്, ബിലോങ്സ് ടു ആൻഡ് നോട്ട് ബിലോങ്സ് ടു. അതിൽ കറക്റ്റായിട്ടുള്ള സിംബൽ ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ എലമെൻ്റ് ആണ്. നോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ എലമെൻ്റ് അല്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5-A. 5 എന്ന് പറയുന്നത് അതിലെ എലമെൻ്റ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5 എന്ന് പറയുന്നത് അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ 5 എന്ന് പറയുന്നത് അതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് എന്താവും? അതിലെ ഒരു എലമെൻ്റ് ആവും. അപ്പോൾ 5 ബിലോങ്സ് ടു എ. അപ്പോൾ ആ ചിഹ്നം കറക്റ്റായിട്ട് കൊടുക്കുക. 5 ബിലോങ്സ് ടു എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 8-A. 8 അതിനകത്തില്ല. അപ്പോൾ 8 നോട്ട് ബിലോങ്സ് ടു എ. തേർഡ് ക്വസ്റ്റ്യൻ 0-A. 0 എന്ന് പറയുന്നത് ആ സെറ്റിലില്ല. അപ്പോൾ 0 നോട്ട് ബിലോങ്സ് ടു എ. ഫോർത്ത് ക്വസ്റ്റ്യൻ 4-A. 4 ബിലോങ്സ് ടു എ. 4 അതിനകത്ത് ഉണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 2-A. 2 ഉള്ളതുകൊണ്ട് 2 ബിലോങ്സ് ടു എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10-A. 10 നോട്ട് ബിലോങ്സ് ടു എ. 10 ഇല്ല. അപ്പോൾ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ സെറ്റ് ബിൽഡർ ഫോമാണ് കൊടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്യണം? റോസ്റ്റർ ഫോമിലോട്ട് ആക്കണം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി അതിലെ എലമെൻറ്റ്സ് മാത്രം എടുത്തെഴുതുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് എ. അപ്പോൾ എ ഈക്വൽ ടു, അത് വായിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്
എക്സ് ഈസ് ആൻ ഇൻറ്റീജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. അപ്പോൾ അതിലെ എലമെൻറ്റ്സ് എങ്ങനെ ആയിരിക്കും? എക്സ് എന്ന ഒരു ഇൻറ്റീജർ ആണെങ്കിൽ ഒരു ഇൻറ്റീജർ ആയിരിക്കും. അതേപോലെ തന്നെ അതെങ്ങനെയായിരിക്കും? -3യുടെയും 7ൻ്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക. -3യേക്കാൾ വലുതും 7നേക്കാൾ ചെറുതുമായിരിക്കും. അപ്പോൾ ഇൻറ്റീജർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ -3 കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് ഏതാണ് വരിക? -2. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ നോട്ട്ബുക്കിലാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കൃത്യമായിട്ട് എഴുതുക. എ എന്ന് എഴുതിയിട്ട് നമുക്ക് വേണ്ട സെറ്റ് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ -3യുടെയും 7ൻ്റെ ഇടയിലുള്ള മുഴുവൻ ഇൻറ്റീജേഴ്സും എഴുതിയാൽ നമുക്ക് ആൻസർ കിട്ടും. -2, -1, 0, 1, 2, 3, 4, 5, 6. ഇത്രയുമാണ് ആൻസർ വരിക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നേക്കാൾ കുറവായ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ് എഴുതേണ്ടത്. അത്രയേ ഉള്ളൂ. അപ്പോൾ എഴുതുക 1, 2, 3, 4, 5. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. അതായത് സെറ്റ് എന്ന് പറയുന്നത് 2-digit നാച്ചുറൽ നമ്പറാണ്. പക്ഷേ അതിൻ്റെ ഡിജിറ്റിൻ്റെ സം എന്ന് പറയുന്നത് 8 ആയിരിക്കണം. അപ്പോൾ ഏറ്റവും ചെറിയ 2-digit നമ്പർ 10, വലുത് 99. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സാണെന്ന് മനസ്സിലായി. അപ്പോൾ 8 വരണമെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ 1 + 7, 17 ആണ് 8 വരിക. പിന്നെ 26, 35, 44, 53, 62, 71, 80. ഇത്രയും നമ്പേഴ്സാണ് കിട്ടുക. ഓക്കെ. ഇനി ഫോർത്ത് വൺ. ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവിസർ ഓഫ് 60. 60യുടെ ഡിവിസർ ആയിട്ടുള്ള ഒരു പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 11, 13 അങ്ങനെ പോകുന്നു. അപ്പോൾ അതിൽ 60 കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 കൊണ്ട് ചെയ്യാം അല്ലേ? നിങ്ങളൊന്ന് നോക്കി നോക്കൂ. കാരണം 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 60 ഡിവൈഡഡ് ബൈ 2 നമുക്ക് 30 കിട്ടും. പിന്നെ 3 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 60 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ് 60. അപ്പോൾ 2, 3 പറ്റും. പിന്നെ 5 പറ്റും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള 7, 11, 13 അങ്ങനെയുള്ള നമ്പേഴ്സൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് 2, 3, 5. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് വൺ. ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി എന്ന വാക്കിലെ എല്ലാ ലെറ്റേഴ്സും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ആ വാക്ക് എഴുതുമ്പോൾ കുറേ ലെറ്റേഴ്സ് റിപ്പീറ്റഡ് ആയിരിക്കും. ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റർ ഒരു തവണ എഴുതിയാൽ മതി. ഇപ്പോൾ 4 T എല്ലാം വരുന്ന വാക്കുകളാണെങ്കിൽ ഒരു T എഴുതാം. 4 E വരുന്നുണ്ടെങ്കിൽ ഒരു E എഴുതാം. അപ്പോൾ ട്രിഗണോമെട്രിയിൽ T 2 എണ്ണം ഉണ്ട്, ഒരു തവണ എഴുതി. R 2 എണ്ണം വരുന്നുണ്ട്, അപ്പോൾ R ഒരു തവണ എഴുതി. പിന്നെ I, G ഒരു തവണയേ ഉള്ളൂ. O 2 തവണയുണ്ട്, അപ്പോൾ അതുകൊണ്ട് O ഒരു തവണ എഴുതി. N ഒരു തവണയേ ഉള്ളൂ. പിന്നെ M, E, Y. ഓക്കെ, അപ്പോൾ ഒരു തവണ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ്. ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. ബെറ്റർ എന്ന വേർഡിലെ ലെറ്റേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. ബെറ്റർ എന്ന വേർഡ് എഴുതുമ്പോൾ ഏതൊക്കെ ലെറ്റേഴ്സാണ് വരുന്നതെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ബെറ്റർ എന്ന വേർഡിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഒരു തവണ എഴുതിയാൽ മതി. അപ്പോൾ എഴുതുമ്പോൾ B, E, T, T, E, R. അതിനകത്ത് B ഒരു തവണയുള്ളൂ. E എന്ന് പറയുന്നത് 2 തവണയുണ്ട്, അതുകൊണ്ട് ഒരു തവണ എഴുതുക. T 2 തവണയുണ്ട്, അതുകൊണ്ട് ഒരു തവണ R. അപ്പോൾ B, E, T, R ഇത്രയാണ് കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്.
റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഇവിടെ റോസ്റ്റർ ഫോമാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എഴുതേണ്ടത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കിയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3, 6, 9, 12. അപ്പോൾ നമുക്ക് നോട്ട്ബുക്കിൽ കൃത്യമായി എഴുതുമ്പോൾ ആ സെറ്റിനൊരു പേരൊക്കെ കൊടുത്തിട്ട് വേണം എഴുതാൻ. എല്ലാവരും ശ്രദ്ധിക്കുക, എക്സാമിനിൽ എഴുതുമ്പോൾ ആ സെറ്റിനൊരു പേരൊക്കെ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ എന്ന പേരാണ് കൊടുക്കുന്നത്. ഞാൻ എ ഈക്വൽ ടു 3, 6, 9, 12. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലായി? 3, 6, 9, 12 എന്നുള്ളത് 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ഏതാണ് ലാസ്റ്റ് നമ്പർ തന്നിരിക്കുന്നത്? 12 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അപ്പോൾ 12 ആണ് ലാസ്റ്റ് തന്നിട്ടുള്ളത് ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. മൾട്ടിപ്പിൾസ് ഓഫ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അപ്പോൾ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പോവാണ്. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. x is a multiple of 3 and x less than or equal to 12 and x less than or equal to 12. അപ്പോൾ 12-നേക്കാളും ചെറുത് അല്ലെങ്കിൽ 12-ന് ഈക്വൽ ആയിട്ടുള്ള 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ സെറ്റ്. അങ്ങനെ നമ്മളത് എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് വൺ നമ്പേഴ്സ് തന്നിട്ടുള്ളത് 2, 4, 8, 16, 32. ബി എന്ന പേരാണ് ഞാൻ കൊടുക്കുന്നത്. 2, 4, 8, 16, 32. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായി പവേഴ്സാണ്. 2ൻ്റെ പവർ 2^1, 2^2, 2^3, 2^4 and 2^5. അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം? 2^1, 2, 3, 4, 5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 1, 2, 3, 4, 5 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2^n. എക്സ് എന്ന് പറയുന്നത് 2^n ആണ്. ആ n എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിലെ ഒരു എലമെൻ്റ് ആണ് n. 1, 2, 3, 4 എന്നുള്ളതിലെ ഒരു എലമെൻ്റ് അല്ലേ. അപ്പോൾ കോമ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളതാണ് ക്യാപിറ്റൽ N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഒന്നില്ലെങ്കിൽ 1ന് ഈക്വലോ അല്ലെങ്കിൽ 1നേക്കാൾ കൂടുതലോ അതല്ലെങ്കിൽ 5ന് ഈക്വലോ 5നേക്കാൾ ചെറുതോ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് ക്ലോസ് ചെയ്യുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സെറ്റ് എന്താണെന്ന് പറഞ്ഞു. സെറ്റ് 2 ഫോമിലാണ് എഴുതുക, അതിനെപ്പറ്റിയും ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. എക്സസൈസ് 1.1 ആണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി സെറ്റ്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. Thank you for watching. Bye bye.